നമ്മളെ കുടുംബമാണ് അവർ നമ്മളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ കുടുംബമാണ്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, അവർക്ക് അവരെ മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മളാരും അവരെ വേട്ടയാടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട്. അവർക്കൊരു അബദ്ധം പറ്റിയതിനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. വിട്ടോ, അതൊക്കെ മകനെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ആ കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ട് പോവുമോ? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അതൊരു ഇതാണ്. അതായത് അർജുന്റെ ഫാമിലിക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ഓരോ കൂടെ നിന്ന് ചെയ്യും. നമ്മൾ എന്താണ് ഇപ്പൊ ഇവിടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്? ഒരു ലോകം അറിയപ്പെടുന്ന ഒരു വിഷയത്തെ അസാധ്യം പറഞ്ഞ വിഷയത്തെ സാധിച്ചിട്ട് അതില് അഭിമാനം കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ചേരിതിരിഞ്ഞ് നിന്നിട്ട് ഞാൻ ആ ചേരിതിരിവിലേക്ക് ഭാഗമാവാന് ഞാനോ എന്റെ ഫാമിലിയോ ആഗ്രഹിക്കുന്നില്ല. ഇനി അവർ ചോദിച്ചതിന് വേണമെന്നുണ്ടെങ്കിൽ അവരിപ്പോ പറഞ്ഞതിന്, കാരണം എന്താ പറഞ്ഞാൽ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞ് പോകണതിൽ ശരിയില്ല. ഞാൻ അതിന്റെ മറുപടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെ വെച്ചിട്ട് എങ്ങനെയാന്നുള്ളത് ഞാൻ ഒന്ന് കുടുംബമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ എന്താക്കണ്ടേ അതിനുള്ള മറുപടി ഞാൻ തരും തീർച്ചയായിട്ടും. പറയണത് ഏതാ അറിയോ, ഒരു ഉസ്താദ്, അത് എന്റെ ഒരു ആത്മീയ ഉസ്താദ് ഓരോ വീട്ടില് മോനെ എല്ലാരെയും ഫാമിലിനെ കാണാൻ വേണ്ടി പോകുമ്പോ നമ്മളെ വീട്ടിലെ മുതിർന്ന ആളുകള് കീശയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കൂലേ കുട്ടിയേക്ക്, ആ ഇട്ട് കൊടുത്തതാണ് എന്റെ ഓർമ്മയിലുള്ള ഏകത്. മനാഫ് 2000 റുപ്യ കൊണ്ടുപോയി കൊടുക്കാൻ പോണ ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഈ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കും. അതൊരു എന്താ പറയാ, ഒരു അപ്പൂപ്പന് ഒരു കൊച്ചുമോന് പോക്കറ്റിലിട്ട് കൊടുക്കില്ലേ, എന്താ അറിയില്ല.